ഹലോ, ഇന്ന് നമുക്കൊരു മ്യൂസിയം കാണാൻ പോകാമല്ലോ. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ മ്യൂസിയത്തിലെത്തി. ഓസ്ട്രേലിയൻ മ്യൂസിയം, സിഡ്നി മ്യൂസിയം എന്നും കൊളോണിയൽ മ്യൂസിയം എന്നും എന്നൊക്കെ പറയാം കേട്ടോ. 22 മില്യൺ സ്പെസിമെൻ ഉള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. ഓസ്ട്രേലിയ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് മ്യൂസിയമാണ് കേട്ടോ. പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് സയൻസും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പിള്ളേർക്ക് കൂടുതൽ പഠിക്കാനൊക്കെ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയൊരു ഏരിയയാണ് കേട്ടോ മ്യൂസിയം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ഈ ഡൈനോസേഴ്സിൻ്റെ ഏരിയയിലാട്ടോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ പിള്ളേർക്കെല്ലാം. ലൈഫ് സൈസിൽ ഡൈനോസേഴ്സാണ് കേട്ടോ. നല്ല രസം, സ്കെൽട്ടണും ഒക്കെ കാണാൻ. ശിവതയ്ക്ക് ചെറിയ പേടിയാണ്, പിന്നെ എല്ലാം ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ടീറക്സിൻ്റെ ബോഡി അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്ര നാളെടുത്തു, എത്ര പേര് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അവിടെ എല്ലാത്തിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടും അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പിള്ളേർക്ക് വായിച്ച് പോവാം. അപ്പം നമുക്ക് കണ്ട് പോവാം. നല്ല രസമായിട്ട്, നല്ല ക്ലീൻഡായിട്ട്, നല്ല അറേഞ്ച്ഡായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസും ഉണ്ട്. അത് നമുക്കിങ്ങനെ കണ്ട് പോവാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഗെരിഗാങ് ഫസ്റ്റ് നേഷൻസ് ഗാലറിയും വൈൽഡ് പ്ലാനറ്റും ഒക്കെ. പിന്നെ ലെവൽ 1 മിനറൽസ് ഗാലറി ആൻഡ് ഹിസ്റ്റോറിക് വെസ്റ്റ് പാക്ക് ലോങ് ഗാലറി ആൻഡ് ഹൈലൈറ്റിംഗ് 200 ട്രഷേഴ്സ് ഓഫ് ദ ഓസ്ട്രേലിയൻ മ്യൂസിയം. പിന്നെ ലെവൽ 2 ഡൈനോസസ് ഗാലറി, സർവൈവിങ് ഓസ്ട്രേലിയ, പിന്നെ ബുറ ലേണിംഗ് ആൻഡ് ദ പ്ലേ സ്പേസ് ഒക്കെ കേട്ടോ. അങ്ങനെ ഡിഫറെൻറ്റ് സെഷൻസ് ആയിട്ടോ കേട്ടോ. ഭയങ്കര രസമാണ്, പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്കൊരു 3-4 മണിക്കൂറൊക്കെ വേണം. പിള്ളേരെയും കൊണ്ടല്ലേ പോകണം. അവിടെ സംശയങ്ങളും ഒക്കെ തീർത്തും ചോദ്യങ്ങളും ആൻസേഴ്സും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾക്ക് ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്ത് കേട്ടോ. എല്ലാം കണ്ട് വരാനും എല്ലാം അറിഞ്ഞ് വരാനും ഒക്കെ നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുറച്ച് നടന്ന് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പം വെക്കേഷൻ നടക്കുക, വിൻ്റർ വെക്കേഷൻ നടക്കില്ല. അപ്പം പിള്ളേർക്ക് ബെസ്റ്റായിട്ട് വരാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. റെയിനും ഒക്കെ പുറത്തുള്ളതുകൊണ്ട് അവർക്ക് ഈ റെയിനി ടൈമിലും നമുക്ക് മ്യൂസിയം കാണാമെന്ന് കൊണ്ടുപോയാൽ നല്ല രസമാണ്. പിള്ളേർക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഈ മിനറൽസിൻ്റെ സെഷനും കേട്ടോ. അപ്പോൾ എത്ര മിനറൽസ് ഉണ്ടെന്ന് അറിയില്ല. നല്ല രസമായിരുന്നു. എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാത്തിൻ്റെ നെയിംസും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സൈഡിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് എടുക്കാമായിരുന്നു. ശിവതയ്ക്ക് ഇത് ഇങ്ങനെ മനസ്സിലായില്ലെന്ന് തോന്നിട്ടാണ്. പിന്നെ കുറേ നെയിംസും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട് നടക്കുമായിരുന്നു.